ജസ്റ്റ് നോക്കാൻ വന്ന ഞാനിപ്പോൾ ജാക്കറ്റ് എടുത്തോണ്ടാണ് പോണേ. അപ്പോൾ ഞാൻ പിള്ളേരുടെ നമ്മുടെ ബാങ്ക് ഡോസ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു സാധനം അൺബോക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതായത് ഇതെന്താണ് സാധനം ജസ്റ്റ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ പോയി, ചെന്നൈയിൽ ഏതോ ഒരു മുക്കിലുള്ളൊരു സ്പോട്ടിൽ പോയി. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിൻ്റെ പുറത്ത് വാങ്ങിയൊരു സാധനമാണ്. ഒരു ബൈക്ക് റൈഡ് ആഗ്രഹിക്കുന്നവർക്ക്, ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് സാധനം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന രീതിക്കുള്ള വ്ളോഗായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അവസാനിച്ചത് ഇതേ ഈ ഒരു ഐറ്റത്തിൻ്റെ എന്താ പറയുക പർച്ചേസിങ്ങോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു വ്ളോഗെല്ലാം കണ്ടിട്ട് പോവാം, എന്നിട്ട് നമുക്കിത് അൺബോക്സ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ എന്താ പറയുക കോ പാസഞ്ചേഴ്സാണ്. സേ ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ട്രെയിൻ ജേണിയാണ് മെയിനായിട്ട്. ഞാൻ പോകുന്ന കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഷെബീബിൻ്റെ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഷെബീബ് കുറേ കാലമായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചെന്നൈ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ചെന്നൈ അല്ല, തിരുവാരൂർ ജംഗ്ഷനിലാണ്. അപ്പോൾ അവൻ്റെ ഷോപ്പ് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. കുറേ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഇന്ന് പോവാണ്. അപ്പോൾ ഞാനിതേ ട്രെയിനിലാണ്. ഏകദേശം ഇന്നലെ ഈവനിങ് ട്രെയിനിൽ കയറിയതാണ്. ഏകദേശം ഒരു 6:30 ട്രെയിൻ കയറി നേരെ പാലക്കാട് വന്ന്, പാലക്കാട് നിന്ന് പിന്നെ ദേ ഈ ഒരു ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവരോടെല്ലാം ബൈ പറഞ്ഞ് ഞാൻ പോവാണ്. ഹബീബ് ഈ പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് വരും ആയിരിക്കും. എന്തായാലും അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓനെയും കാത്ത് നിൽക്കണം, എന്നിട്ട് ഓനെയും കൂട്ടി ഓൻ്റെ ഓൻ്റെ ഷോപ്പിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ബാൻഡിഡോസിൻ്റെ പിറ്റ് സ്റ്റോപ്പിലാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷെബീബിൻ്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇനി എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്ത് പുറത്ത് കാണിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും, അതുപോലെ മറ്റുള്ളവരെ കാണിക്കണ്ട എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലുള്ള ഒരു കാര്യം ആയതുകൊണ്ടും പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. എനിക്ക് പിന്നെ അതിനുള്ള സംഭവം മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കാത്തതാണ്. അങ്ങനെ ഞാൻ ജാക്കറ്റ് കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോങ് ഉണ്ട്, സോ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് വിട്ടുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്ത് വെച്ച ഒരു ജാക്കറ്റ്. സ്കാലൻ്റെ ഒരു സാധനമാണ്. അതുപോലെ വേറൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുണ്ട്. അത് സ്കാലൻ്റെ തന്നെ വേറൊരു സാധനം. ഇതൊന്നും കൂടി ചെസ്റ്റ് പേഡൊക്കെ ചെറുതായതുകൊണ്ട് എന്താ പറയുക, ഇതൊന്നും കൂടി ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിപ്പോൾ ഈ ഒരു സാധനമായിരിക്കും മിക്കവാറും എടുക്കുന്നത്. ജസ്റ്റ് നോക്കാൻ വന്ന ഞാനിപ്പോൾ ജാക്കറ്റ് എടുത്തുകൊണ്ടാണ് പോണേ. അപ്പോൾ ഞാൻ പിള്ളേരുടെ നമ്മുടെ ബാങ്ക് ഡോസിലാണെങ്കിൽ ഇവിടെ കിഡിലെ കളക്ഷൻസ് ആട്ടോ. ജാക്കറ്റ് ആയാലും അതുപോലെ എന്താ പറയുക ഹെൽമെറ്റ്സ് ആയാലും. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് നമ്മളെ തൃശ്ശൂരിൽ റീസെൻ്റ്ലി റെയിൽവേ സ്റ്റേഷനിലെ ബൈക്കുകളെല്ലാം കത്തി നശിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചില്ല ഇനി, കാരണം ഏർലി മോർണിംഗ് അല്ല തന്നെ. ഇപ്പം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് അതും കൂടെ കാണിച്ചു തന്നെയാണ്. സംഭവം പിടിയിട്ടുണ്ടാവുമല്ലോ ഏകദേശം എന്താണ് സാധനം ഏതാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താണ് സംഭവം എന്നുള്ള ഏകദേശം ഈ ഒരു ബാഡ്ജിങ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. സോ ഇതിൻ്റെ കൂടെ ഒരു റെയിൻ ലൈനർ ഉണ്ട്, അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, സാധനം ഐറ്റം എടുക്കാം. അയ്യോ, ഒരുപാട് ആളത്തെ ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് എന്നോ വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അതായത് എന്നോ വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇതിലോട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങിയെന്ന് മാത്രം. സംഭവം ഒരു 6 സംതിങ്ങിൻ്റെ സാധനമാണ്. പക്ഷേ ഞാൻ ഇതിലോട്ട് ചിന്തിച്ചില്ല. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുറച്ച് മുമ്പേ വാങ്ങിക്കണമെന്നൊക്കെ തോന്നുക. ഇങ്ങനെ പിടിച്ചാൽ ആ ഒരു പ്രോപ്പർ ലുക്കിംഗ് ഒക്കെ കിട്ടില്ല. അപ്പോൾ അത് ഞാനൊന്ന് വിയർ ചെയ്ത് കാണിച്ചു തരാം.
എങ്ങനെയുണ്ട് സാധനം? നമ്മുടെ സ്കാലൻ്റെ ഒരു ലെവൽ 2 ജാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലേ വാങ്ങിക്കണമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുക. വാങ്ങിക്കാൻ കുറച്ച് വൈകിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ആവുക. ലെവൽ 2 പ്രൊട്ടക്ടറാണ്, അത്യാവശ്യം അടിപൊളി സാധനമാണ്. ഏകദേശം 6300 റേഞ്ചിൽ വരുന്നൊരു സാധനമാണ്. നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതായത് ഇതിൻ്റെ നേരെ ബാക്കിലുള്ള ഒരു മോഡലാണ് ഏകദേശം 4000 സംതിങ് വരുന്നത്. അതെനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടു. കാരണം ഈ വേറെ എക്സോറിൻ്റെ ഇട്ടിട്ടും ഏതിട്ടിട്ടും എനിക്കൊരു ഷേപ്പ് കിട്ടുന്നില്ല, ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. 4000 സംതിങ് വരുന്ന ആ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു പ്രത്യേക ഒരു ഫിറ്റ് വരുന്ന പോലെ. അതിൻ്റെ ഇവിടുത്തെ ഒരു പാഡിങ് എല്ലാം സ്മോൾ പാഡിങ് ആണ്. സോ അതൊരു ചെസ്റ്റെല്ലാം ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ എന്താ പറയുക ട്രൈ ചെയ്തിരുന്നത്. മാക്സിമം അതെടുക്കണം എന്നുള്ള മൈൻഡിലേനി. പക്ഷേ ഈ ഒരു റെയിൻ ലൈനറൊക്കെ വരുന്നതുകൊണ്ട് ഒന്നും കൂടെ ക്വാളിറ്റിയും എല്ലാ സംഭവത്തിലും ഒന്നും കൂടെ അപ്ഗ്രേഡ് വരുന്ന ഈ ഒരു മോഡലിലോട്ടാണ് അവസാനം ഞാൻ എന്ത് ചെയ്തത് പോയത്. എങ്ങനെയുണ്ട് സാധനം? നൈസല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം എന്തായാലും. അപ്പോൾ റൈഡിങ് ജാക്കറ്റ് ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ എടുത്തു എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചെന്നല്ലാണ്ട് ഇന്നാണിപ്പോൾ തുറക്കുന്നത്. ഇടേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ടാഗെല്ലാം ഇപ്പോഴാണ് അയക്കുന്നത്. ദിസ് ഈസ് എ ടാഗ് ഗൈസ്. ഇതിൻ്റെ മോഡൽ നെയിം സംഭവമൊക്കെ ടാഗിലുണ്ടോ നോക്കട്ടെ. സ്കാലാന്ന് തന്നെ ഉള്ളൂ. മോഡലിൻ്റെ ഒരു പ്രോപ്പർ നെയിമൊന്നും ഇതിലില്ല. മീഡിയാണ് സൈസ്. ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ബാൻഡിഡോസ് എന്നാണ് നമ്മൾ സാധനം എടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്, ചെറിയ പോക്കറ്റ്. പിന്നെന്താ, പിന്നെ ഇവിടെ രണ്ടിടത്ത് പാഡിങ് ഉണ്ട്. ഇവിടെ പാഡിങ് ഉണ്ട്, ഇവിടെ നിന്ന് ഇതുവരെ ഒരു പാഡിങ് ഉണ്ട്, ഇവിടെ പാഡിങ് ഉണ്ട്, ഇവിടെ അതുപോലെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് ബാക്കിലും പാഡിങ് ഉണ്ട്. എന്തായാലും അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ പാഡിങ്ങുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാഡിങ്സ് എല്ലാം റിമൂവബിൾ ആട്ടോ. റിമൂവബിൾ മീൻസ് ഈ ഒരു സംഭവം ഇതിൻ്റെ അയച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാഡിങ് ആവശ്യമില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഇതുപോലെ അയച്ചു കൊടുത്തിട്ട് ഈ ഒരു പാഡിങ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മടക്കാം. ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ടൈപ്പാണ് ഇതിൻ്റെ പാഡിങ് വരുന്നത്. പാഡിങ് ഇങ്ങനെ മടക്കിയിട്ട് ഇതിലൂടെ ഇങ്ങോട്ട് എടുക്കാമെന്നാണ് എനിക്ക് അന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നീനി. കണ്ട ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതാണ് പാഡിങ്. ഇത് ഇവിടുത്തെ പാഡിങ്ങാണ്. ഈ ഒരു സൈഡിലുള്ള പാഡിങ്ങാണ്. എങ്ങനെയുണ്ട്? ലെവൽ 2 പാഡിങ് കണ്ടില്ലേ? ലെവൽ 2 ഇതിലോട്ട് വെക്കാനുള്ളതാണ് എനിക്ക് പാട്. ഞാൻ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ടല്ലേ? കുഴപ്പമില്ല, നൈസായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും എടുത്ത് കളിക്കുന്നില്ല. ഇനി അഥവാ വെക്കാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെ തന്നെ ഏനെയോ ഡൗട്ടുകളൊക്കെ വരും. ഇനി അങ്ങനെയുള്ള വരാം, ഞാൻ തന്നെ വരാം. നൈസാണ്. അപ്പോൾ സാധനം എങ്ങനെയുണ്ട്? നിങ്ങളെ അഭിപ്രായം പറയും. എനിക്ക് എന്തായാലും സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ സ്കാലൻ്റെ സാധനം ആയതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് അവിടെ പോയിട്ട് എക്സോറൊക്കെ പറയുമ്പോൾ ഒരു ബൾക്ക് ഫീലാണ് തോന്നുന്നത്. നമ്മൾ ബോഡിയിൽ ഇട്ട് കഴിയുമ്പോൾ എക്സോറൊക്കെ ഒരു ബൾക്കി ഫീൽ. ഇത് പറയുമ്പോൾ സിമ്പിൾ ആ ഒരു ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് സ്കാലൻ്റെ സാധനങ്ങൾ. ഇതുകൊണ്ട് ഇതാണ് നമ്മളെ റിയറിൽ വരുന്ന പാഡിങ്, അതായത് നമ്മളെ പുറത്ത് വരുന്ന പാഡിങ്ങാണിത്. എടുക്കണം ചേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ് ആ ഒരു പാഡിങ്. എടുത്തു കഴിഞ്ഞാൽ ഇനി പ്രോപ്പറായിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യലൊക്കെ എനിക്കറിയാം. എന്നാലും വെറുതെ റിസ്ക് എടുക്കുന്നില്ല ഞാൻ. അത് നാശമുണ്ട, അല്ലെങ്കിൽ ഒരു ശകുനാണ് മൊത്തത്തിൽ. എങ്ങനെയുണ്ട്? അതുപോലെ ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഇതൊന്നും എന്താന്ന് പോലും എനിക്കറിയില്ല. ഇതിപ്പോൾ എന്തിനുള്ളതാവും? എന്തിനുള്ളതാ ആർക്കെങ്കിലും അറിയോ? മേ ബി ഇതിലെന്തെങ്കിലും പാഡിങ്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അതോ ഇനി റൈഡിങ് പാൻറ് ഇടുന്ന സമയത്തുള്ള എന്തെങ്കിലും കണക്ഷനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും എനിക്കിപ്പോൾ അറിയില്ല അതെന്താ സാധനമെന്ന്. അതുപോലെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്, ഇന്നറിലൊരു പോക്കറ്റ് വരുന്നുണ്ട്. ഈ സൈഡിലുണ്ടോ? ഇവിടെ ഇല്ല. സാധാരണ നൈസാണ്. ഇനി റെയിൻ ലൈനറും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റെയിൻ ലൈനർ. റെയിൻ കോട്ടാണ്, ജാക്കറ്റിൻ്റെ മുകളിൽ ഇടുന്നൊരു സംഭവമാണ്. ഇത് കണ്ടില്ലേ? ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. സ്കാലൻ്റെ ഒരു റെയിൻ ലൈനർ. ഓക്കെ,
ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ ഇതുള്ളിട്ടാണ് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.